എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈദ് സ്പെഷ്യൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ ചേരുവയിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ്. അപ്പം നമുക്ക് ഈ ഒരു പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു പുഡിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ക്യാരറ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് 1 ലിറ്റർ അളവിലുള്ള പാലിൻ്റെ ചേരുവകളാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും കൂടുതൽ വേണ്ട, 1/2 ലിറ്റർ പാല് മാത്രം ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ പറയുന്ന ചേരുവകളെല്ലാം പകുതി അളവിലെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാരറ്റ് ഒന്ന് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് 2 മീഡിയം സൈസ് ക്യാരറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടാനാണെങ്കിൽ കുക്കറിലേക്ക് നമ്മൾ ഒരു ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു വിസിൽ അടിക്കുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ക്യാരറ്റ് നന്നായിട്ട് വെന്ത് കിട്ടുന്നതായിരിക്കും. ഇത് ഒരു 2 മീഡിയം സൈസ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതുപോലെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ വേവിക്കാതെ തന്നെ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ക്യാരറ്റ് ആദ്യം തന്നെ നമുക്ക് ഇതുപോലൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. എങ്ങനെ നമ്മൾ ചെയ്തിട്ടെടുക്കുന്നത് ആ ഒരു ക്യാരറ്റിൻ്റെ ഒരു പച്ച ചൊവ്വ അങ്ങ് മാറാനും അതിൻ്റെ ഒരു കട്ടിയൊന്ന് കുറയാൻ വേണ്ടിയിട്ടുമാണ് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടാതെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പില്ലാത്ത ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് ഇളക്കിയിട്ടെടുക്കാം. നല്ല പോലെ തന്നെ ഇളക്കി ആ ഒരു കട്ടിയും കുറഞ്ഞ് അതിൻ്റെ ഒരു പച്ച ചൊവ്വയും പൂർണ്ണമായിട്ട് മാറി വരുന്നൊരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ക്യാരറ്റ് നമ്മൾ ഈ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മളൊരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പുഡിങ് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ ചൈനാഗ്രാസ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 ലിറ്റർ അളവിൽ പാലാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ 1/2 ലിറ്റർ പാലിന് 8 ഗ്രാമോ അല്ലെങ്കിൽ 10 ഗ്രാം അളവിലാണ് ചൈനാഗ്രാസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1 ലിറ്റർ പാലിന് നമുക്ക് 16 ഗ്രാമോ അല്ലെങ്കിൽ 20 ഗ്രാം വരെ ചൈനാഗ്രാസ് ഉപയോഗിക്കാവുന്നതാണ്. ചിലവർക്ക് പുഡിങ് ഒരു ക്രീമി ടൈപ്പുള്ള പുഡിങ് കഴിക്കാനായിരിക്കും ഇഷ്ടമുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ക്രീമി ടൈപ്പുള്ള പുഡിങ്ങാണ് നമുക്ക് വേണ്ടതെങ്കിൽ 1/2 ലിറ്റർ പാലിന് നമ്മൾ 8 ഗ്രാം ചൈനാഗ്രാസ് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ 1 ലിറ്ററിന് നമുക്ക് 16 ഗ്രാം ചൈനാഗ്രാസ് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി കുറച്ച് നല്ല ഉറച്ചൊരു ടൈപ്പ് പുഡിങ്ങാണ് വേണ്ടതെങ്കിൽ നമുക്ക് 1/2 ലിറ്റർ പാലിന് 10 ഗ്രാം ചൈനാഗ്രാസ് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 20 ഗ്രാം ചൈനാഗ്രാസ് നമുക്കിതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 20 ഗ്രാം ചൈനാഗ്രാസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതായത് 500 ml വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സമയം ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ നമ്മൾ എടുക്കുമ്പോൾ നല്ല ഫുൾ ഫാറ്റ് പാൽ തന്നെ വന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മളൊരു അരച്ച് വെച്ചിരിക്കുന്ന ഒരു ക്യാരറ്റിൻ്റെ ഒരു പേസ്റ്റ് ഇല്ല, അത് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയോ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കാം മധുരത്തിനായിട്ട്, അല്ലെങ്കിൽ 2 പപ്പാതി അളവിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ പുഡിങ്ങിന് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ആണെങ്കിലും കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിലും ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതിലേക്ക് ചൈനാഗ്രാസ് ഇറക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിത് ഒരുപാട് സമയത്ത് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരുപാടല്ല, കുറച്ചൊന്ന് കുറുക്കിന്ന് തിക്കായിട്ട് വരുന്ന വരെ നന്നായിട്ട് തന്നെ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതുപോലെ പഞ്ചസാരയൊക്കെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതില്ലേ, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കി ഫുൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ചൂടായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു മിക്സ് ഞാൻ മറ്റൊരു അടുപ്പിലേക്കൊന്ന് മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമ്മൾ കുറച്ച് സമയം ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് ചെറിയതായിട്ട്, ഒരുപാട് വേണ്ട, ചെറിയതായിട്ടൊന്ന് കുറുകി വരുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് ചൈനാഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചൈനാഗ്രാസ് നമ്മളൊന്ന് ഒരുക്കിയിട്ട് എടുക്കുക. അപ്പോൾ ആ ഒരു പാലിൻ്റെ ഒരു മിക്സ് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക.
അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ നന്നായിട്ട് നമുക്ക് ചൈനാഗ്രാസ് ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു മുഴുവൻ ചൈനാഗ്രാസ് നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വരണം കേട്ടോ. ഈ ഒരു ചൈനാഗ്രാസിൻ്റെ ഈ ഒരു മിക്സിനും അതുപോലെ തന്നെ നമ്മുടെ ഒരു പാലിൻ്റെ ഈ ഒരു മിക്സിനും ചൂട് ഒരേപോലെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഒരു ചൈനാഗ്രാസിൻ്റെ ഒരു മിക്സിനും ചൂടുണ്ടായിരിക്കണം, നമ്മുടെ ഈ ഒരു പാലിൻ്റെ ഒരു മിക്സിനും ചൂടുണ്ടായിരിക്കണം. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു പാലിൻ്റെ ഒരു മിക്സിലേക്ക് ഒരു ചൈനാഗ്രാസ് ഇതിൽ നിന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നിന് ചൂട് കുറവുണ്ടെങ്കിലാണ് നമ്മൾ ഇതുപോലെ പാലിലേക്ക് ഒരു ചൈനാഗ്രാസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പിരിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഒരു ചൈനാഗ്രാസ് ഫുള്ളായിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഏത് ട്രേയിലാണോ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ആ ഒരു ട്രേയിലേക്ക് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത്യാവശ്യം വലിയൊരു ട്രെയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചെറിയ ഗ്ലാസ്സിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലും ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് തന്നെ അതിൻ്റെ ചൂട് പൂർണ്ണമായിട്ടും കുറയണം കേട്ടോ. അതിനുശേഷം മാത്രമേ നമ്മളിത് ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കാവുള്ളൂ. റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് അതിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞു വന്നതിന് ശേഷം മുകൾ ഭാഗം ഇതിലൊന്ന് ഉറച്ച് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആ ഒരു സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഇഷ്ടമുള്ള നട്ട്സൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഗാർണിഷ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ബദാം ഇതുപോലെ സ്ലൈസ് ചെയ്തതും കുറച്ച് കാഷ്നട്ട് പൊടിച്ചതും കൊണ്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഉറച്ച് വന്നതിന് ശേഷം നമുക്കിതുപോലെ എടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ നല്ല പോലെ തന്നെ സെറ്റായി നന്നായിട്ട് നമുക്കിത് തണുത്ത് കിട്ടും. നല്ലൊരു തണുപ്പുണ്ടായിരിക്കണം കേട്ടോ. ആ ഒരു തണുപ്പോട് കൂടിയിട്ട് നമ്മൾ കഴിക്കുമ്പോഴാണ് ഇത് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ക്യാരറ്റ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തെങ്കിലും സൽക്കാരങ്ങളിലോ വിശേഷപ്പെട്ട ദിവസങ്ങളിലേക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ചെയ്ത് നോക്കാൻ പറ്റിയൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.